നമ്മുടെ ഇന്നത്തെ പ്രത്യേകത ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച വിജയത്തിന് ചുക്കാൻ പിടിച്ച ശ്രീ സഞ്ജു സാംസനെ ഇന്ന് ഇവിടെ ആദരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വന്തമായി ക്രിക്കറ്റ് ഗ്രൗണ്ട് നിർമ്മിക്കാനാണ് ക്രിക്കറ്റ് അസോസിയേഷൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രൗണ്ടിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ കാരണം ചില നിയന്ത്രണങ്ങളുണ്ട് എന്നത് KCA ഭാരവാഹികൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് കേരളത്തിൻ്റെ കായിക വികസനത്തിന് തടസ്സമാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ട് സ്ഥലം ഏറ്റെടുക്കാനുള്ള അനുമതി KCAക്ക് സർക്കാർ നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഇവിടെയും കൊല്ലത്തും ഇടുക്കിയിലും കാസർഗോഡും വയനാടുമൊക്കെ സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിയത്. തിരുവനന്തപുരത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ മുൻപ് വെള്ളായണിയിലും മെഡിക്കൽ കോളേജിലുമൊക്കെയാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ അരങ്ങേറിയിരുന്നത്. മൺസൂൺ ഘട്ടത്തിൽ ഈ ഗ്രൗണ്ടുകളിൽ പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയാത്ത വിധമുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകാറുണ്ട്. മഴ മാറിയാലും ചെളി നിറഞ്ഞ ഔട്ട്ഫീൽഡ് ശരിയായി വരണമെങ്കിൽ പിന്നെയും ദിവസങ്ങളെടുക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകൾ കൊണ്ട് ആ സ്ഥിതിക്കൊക്കെ മാറ്റം വന്നു. ഇന്ന് ഗ്രീൻഫീൽഡിലും ഇവിടെ മംഗലപുരത്തും തുമ്പയിലുമെല്ലാം രഞ്ജി മത്സരങ്ങളും ലീഗ് മത്സരങ്ങളും അരങ്ങേറും. അതും നിശ്ചയിച്ച സമയത്ത് തന്നെ. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ ഗ്രൗണ്ടുകൾ സ്ഥാപിക്കുന്നതിനും പരിശീലന നെറ്റ്സുകൾ സ്ഥാപിക്കുന്നതിനും KCAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയവരെയെല്ലാം ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. 45 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ സ്റ്റേഡിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഗ്രൗണ്ടിന് പുറമെ ആധുനിക പവലിയൻ, കാണികൾക്കുള്ള സൗകര്യങ്ങൾ, അത്യാധുനിക ഫ്ലഡ് ലൈറ്റിംഗ് സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ ക്രിക്കറ്റ് അക്കാദമിയും ഇൻഡോർ പ്രാക്ടീസ് സൗകര്യങ്ങളും ഇവിടെ ഒരുങ്ങുമെന്നാണ് ഭാരവാഹികൾ നേരത്തെ പറഞ്ഞത്. കേരളത്തിൻ്റെ കായിക മുന്നേറ്റത്തിനാകെയും തിരുവനന്തപുരത്തിൻ്റെ കായിക മുന്നേറ്റത്തിന് വിശേഷിച്ചും സംഭാവന നൽകുന്നതാവും ഈ ഗ്രൗണ്ടും ഇവിടെ ഒരുങ്ങുന്ന സൗകര്യങ്ങളും. ഇത്തവണത്തെ 2020 ലോകകപ്പിൽ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയ ശ്രീ സഞ്ജു സാംസൺ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന് കേരളം നൽകിയ ഈടുറ്റ സംഭാവനകളിൽ ഒന്നാണ് ശ്രീ സഞ്ജു സാംസൺ. എണ്ണം പറഞ്ഞ 3 ഇന്നിങ്സുകളിലൂടെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്ലെയറാണ് അദ്ദേഹം. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസ്, സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ്, ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരായ 89 റൺസ്. ഈ 3 ഇന്നിങ്സുകളും ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എക്കാലവും ഉണ്ടാകും. സഞ്ജു കളിച്ച ഓരോ ഷോട്ടും ലാൻഡ് ചെയ്തത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലാണ്. 321 റൺസാണ് ടൂർണമെൻറ്റിൽ സഞ്ജുവിൻ്റെ സമ്പാദ്യം. സഞ്ജുവിൻ്റെ പ്രകടനത്തിന് പുറമെ
സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയും മറ്റ് കളിക്കാരുടെ പ്രകടനവും വിജയത്തിലെ സുപ്രധാന കണ്ണികളായി. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെയും അതിനുവേണ്ടി ആത്മാർപ്പണത്തോടെ പ്രവർത്തിച്ച ഓരോ കളിക്കാരനെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. അഹമ്മദാബാദിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഫൈനലിനിറങ്ങുമ്പോൾ വലിയൊരു ദുഃഖം ഇന്ത്യക്കാരിലുണ്ടായിരുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ അതേ ഗ്രൗണ്ടിലാണ് നമ്മൾ ആസ്ട്രേലിയയോട് പരാജയപ്പെട്ടത്. അതേ ഗ്രൗണ്ടിൽ തന്നെ ഇന്ത്യയെ മറ്റൊരു ലോകകപ്പ് വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ആ ദുഃഖത്തെ സഞ്ജു കഴുകിക്കളഞ്ഞു. രാജ്യത്തിനെ ആകെ സന്തോഷത്തിലേക്ക് നയിച്ച ആ മത്സരത്തിൽ അമരക്കാരനായി നിന്നത് ഒരു മലയാളിയാണെന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. 15 വയസ്സ് തികയും മുൻപ് ദേശീയ ചാമ്പ്യൻഷിപ്പായ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറിയ കളിക്കാരനാണ് സഞ്ജു. ഏറെ ജനകീയമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിലാണ് ഈ പ്രതിഭയെ ഇന്നത്തെ സൂപ്പർ താരമാക്കിയത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പല സീസണുകളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പ്രതിഭ വിനിയോഗിക്കപ്പെടുക ചെന്നൈ ടീമിന് വേണ്ടിയായിരിക്കും. വരുന്ന IPL സീസണിൽ സഞ്ജുവിൻ്റെ പ്രകടനം കാണാൻ ഓരോ ക്രിക്കറ്റ് പ്രേമിയും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മലയാളി കായിക താരം എന്ന നിലയിലേക്ക് സഞ്ജു ഉയർന്നിരിക്കുന്നു. കഠിനാധ്വാനവും മനസ്സാന്നിധ്യവുമാണ് അദ്ദേഹത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഗ്രൗണ്ടിലും പുറത്തും അടിമുടി മാന്യത സൂക്ഷിക്കുന്ന വ്യക്തിത്വമെന്ന നിലയിലും ആരാധകരുടെ മനസ്സിൽ സഞ്ജുവിന് ഉയർന്ന സ്ഥാനമുണ്ട്. മകനെ കായിക മികവ് കണക്കിലെടുത്ത് അത് തേച്ചുമിനുക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കുടുംബത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ജീവിത പങ്കാളിയുടെ കഥയും കൂടി സഞ്ജുവിൻ്റെ വിജയത്തിന് പിന്നിലുണ്ട്. നേരത്തെ ഡൽഹിയിലായിരുന്ന സഞ്ജുവിൻ്റെ കുടുംബം അവിടെ ക്രിക്കറ്റ് പരിശീലനത്തിന് അയച്ച മകന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജ് നഴ്സിൽ പരിശീലനത്തിനെത്തുന്നവർക്ക് പരിചിതമായ മുഖമായിരുന്നു സഞ്ജു എന്ന ബാലൻ്റേത്. കേരളത്തിൽ നിന്ന് തന്നെ പരിശീലിച്ച് ദേശീയ ടീമിലെത്തിയ സഞ്ജു സംസ്ഥാനത്ത് ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് നൽകുന്ന പ്രചോദനം വളരെ വലുതാണ്. കേരള ക്രിക്കറ്റിനുണ്ടായ മുന്നേറ്റത്തിൻ്റെ തിളക്കമുള്ള അടയാളം കൂടിയാണ് സഞ്ജുവിൻ്റെ നേട്ടം. ഒപ്പം കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ കായിക മേഖലയിലുണ്ടായ പുരോഗമനപരമായ മാറ്റത്തിൻ്റെ കൂടി ചിത്രമാണിത്. 2025 ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പായ രഞ്ജി ട്രോഫിയിൽ കേരളം ഫൈനലിലെത്തി. വയനാട്ടിൽ നിന്നുള്ള മിന്നുമണി ഉൾപ്പെടെ 3 വനിതകൾ ദേശീയ ടീമിൽ ഉൾപ്പെട്ടു. കേരള ക്രിക്കറ്റ് ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് തെളിയിക്കുന്നതാണ് ഈ നേട്ടങ്ങളെല്ലാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കിയ പദ്ധതികളാണ് കേരളത്തെ ഇന്ന് രാജ്യത്തെ മികച്ച ഒരു ക്രിക്കറ്റ് സംസ്ഥാനം എന്ന നിലയിലേക്ക് ഉയർത്തിയത്. സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തു. രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ നാടാണ് നമ്മുടേത്. 200 വർഷം മുൻപ് തലശ്ശേരിയിൽ ക്രിക്കറ്റ് കളി നടന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ആ പാരമ്പര്യത്തിനനുസരിച്ചുള്ള വളർച്ച നമ്മുടെ ക്രിക്കറ്റിന് ഉണ്ടായിരുന്നില്ല. ആ പോരായ്മ ഇന്ന് പരിഹരിക്കപ്പെട്ടു വരികയാണ്. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ 1200 കോടി രൂപയുടെ നിക്ഷേപമാണ് KCA വാഗ്ദാനം ചെയ്തത്. കൊച്ചി എയർപോർട്ടിനടുത്ത് 500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് ഇതിലെ പ്രധാന പദ്ധതി.
കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണ്. 3 ഏക്കറിൽ നിർമ്മിക്കുന്ന ഈ സ്പോർട്സ് കോംപ്ലക്സിന് അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. കേരളത്തിൽ ക്രിക്കറ്റ് ഗൗരവമായി പരിശീലിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അത് പ്രോത്സാഹിക്കപ്പെടണം. സഞ്ജുവിനെ പോലുള്ള കൂടുതൽ താരങ്ങൾ ഇവിടെ നിന്ന് ഉയർന്നു വരണം. ഈ രംഗത്ത് KCAക്ക് കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 2020 ലോക കിരീട നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ച സഞ്ജു സാംസണ് എല്ലാ ഫോർമാറ്റിലുമുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിൽ രാജ്യത്തിനായി കളിക്കാനും കൂടുതൽ വിജയങ്ങൾ നേടാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.